നമസ്കാരം. മോശപ്പെട്ട സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമോ? കൊടുക്കില്ല എന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി. ഹോളിവുഡിലുണ്ട് റാസി എന്നൊരു അവാർഡ്. ഹോളിവുഡ് താരങ്ങളുടെ പേടി സ്വപ്നമാണ് ഈ റാസി അവാർഡ്. എന്നാൽ ഈ അവാർഡ് വാങ്ങാൻ ആരും എത്താറുമില്ല. ഹോളിവുഡ് താരങ്ങളുടെ പേടി സ്വപ്നമായ റാസി അവാർഡുകളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി സയൻസ് ഫിക്ഷൻ ചിത്രം വാർ ഓഫ് ദ വേൾഡ് എന്ന സിനിമയ്ക്ക് മോശം സിനിമയും നടനും ഉൾപ്പെടെ 5 അവാർഡുകളാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഓസ്കാർ പുരസ്കാരങ്ങൾക്ക് ബദലായി 1980-ലാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നിലവിൽ വന്നത്. ഗോൾഡൻ റാസ്പെറി അവാർഡ് എന്നാണ് ഈ റാസി അവാർഡ് അറിയപ്പെടുന്നത്. എച്ച് ഇ വെൽസിന്റെ 98-ലെ വ്യാഖ്യാത നോവലിനെ ആസ്പദമാക്കി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് വാർ ഓഫ് ദി വേൾഡ്സ്. റീച്ച്ലിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഓസ്കാർ കാത്തിരിക്കുന്നത് പോലെ തന്നെ കൗതുകത്തോടെയാണ് റാസി അവാർഡ് പ്രഖ്യാപനവും നോക്കിക്കാണുന്നത്. ഓസ്കാർ അവാർഡിന്റെ തലേ ദിവസമാണ് സാധാരണയായി റാസി വിജയികളെ പ്രഖ്യാപിക്കാറുള്ളത്. വെറും $5 മാത്രമാണ് ഈ ഒരു അവാർഡിന്റെ മൂല്യം. സ്വർണ്ണ പെയിന്റ് അടിച്ച ഒരു പ്ലാസ്റ്റിക് കായയുടെ രൂപത്തിലാണ് ഈ ഒരു ട്രോഫി. മിക്ക താരങ്ങളും ഈ അവാർഡിനെ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ 1996-ൽ ഹാലി ബെറി തന്റെ ക്യാറ്റ്വുമൺ എന്ന ചിത്രത്തിന് മോശം നടിക്കുള്ള അവാർഡ് വാങ്ങാൻ നേരിട്ടെത്തി എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു കൈയിൽ ഓസ്കാർ അവാർഡും മറുകൈയിൽ റാസി അവാർഡും പിടിച്ചാണ് അവർ പ്രസംഗിച്ചത്. 2010-ൽ ഓൾ അബൌട്ട് സ്റ്റീവ് എന്ന ചിത്രത്തിന് മോശം നടിക്കുള്ള റാസി അവാർഡ് സാന്ദ്ര ബുള്ളക്കിന് ലഭിച്ചു. അത് വാങ്ങാൻ അവർ നേരിട്ടെത്തുകയും ചെയ്തു. രസകരമായ കാര്യം, തൊട്ടടുത്ത ദിവസം ദ ബ്ലൈൻഡ് സൈഡ് എന്ന ചിത്രത്തിന് അവർക്ക് മികച്ച നടിക്കുള്ള ഓസ്കാറും ലഭിച്ചു എന്നതാണ്. ഒരേ വർഷം തന്നെ ഓസ്കാറും റാസിയും നേടുന്ന ആദ്യ താരമായി അവർ മാറുകയും ചെയ്തു. എച്ച് ഇ വെൽസിന്റെ ക്ലാസിക് കൃതികളെയും ഡിസ്നിയുടെ പാരമ്പര്യത്തെയും കൊലപ്പെടുത്തിയതിനാണ് ഇത്തവണ റാസി ആഞ്ഞടിച്ചത്. ഏറ്റവും മോശം ചിത്രമായി വാർ ഓഫ് ദി വേൾഡ്സും മോശം നടനായി ഐസ് ക്യൂബും ഡിസ്നി വിവാദം സ്നോ വൈറ്റ്, റീഡിമർ പുരസ്കാരം കെയ്റ്റ് ഹഡ്സണുമാണ് നേടിയത്. റാസി അവാർഡ് വെറുമൊരു തമാശ മാത്രമല്ല, അതൊരു നടന്റെയോ സംവിധായകന്റെയോ മാർക്കറ്റ് വാല്യൂവിനെ തന്നെ ബാധിക്കാറുണ്ട്. വലിയ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രങ്ങൾ റാസി പട്ടികയിൽ ഇടം പിടിക്കുന്നത് നിർമ്മാതാക്കൾക്ക് വലിയൊരു നാണക്കേടാണ്. പ്രത്യേകിച്ച് ഐസ് ക്യൂബിനെ പോലെയുള്ള സീനിയർ താരങ്ങൾക്കും റെബൽ വിൽസനെ പോലെയുള്ള കോമഡി താരങ്ങൾക്കും ഇത്തരം അവാർഡുകൾ വലിയ തിരിച്ചടിയാണ്. സിനിമ എത്ര മോശമായാലും അതിനെ ആഘോഷിക്കാനുള്ള ഒരു വേദി എന്നതാണ് റാസി അവാർഡിന്റെ പ്രത്യേകത. എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ളപ്പോൾ ആരെങ്കിലും ഒരാൾ സത്യം പറയണ്ടേ എന്നതാണ് ഈ അവാർഡ് നൽകുന്നവരുടെ നയം. 2005-ൽ ഹാലി ബെറി തന്റെ ക്യാറ്റ്വുമൺ എന്ന ചിത്രത്തിന് റാസി അവാർഡ് വാങ്ങാൻ എത്തിയപ്പോൾ ഒരു കൈയിൽ ഓസ്കാറും ട്രോഫിയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. 2022-ൽ അവർക്ക് ലഭിച്ച ഓസ്കാർ ഉയർത്തിപ്പിടിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ കരിയർ താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചതിന് വാർണർ ബ്രദേഴ്സിന് നന്ദി. ഒരു മോശം പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ സഹായിച്ച സഹനടന്മാർക്കും നന്ദി. റാസി സ്റ്റേജിൽ വന്ന് ഇത്രയും തമാശാരൂപേണ സംസാരിച്ച മറ്റൊരു താരം ഇല്ലെന്ന് തന്നെ പറയാം. ഐസ് ക്യൂബിന്റെ വാർ ഓഫ് ദി വേൾഡ് ആണ് ഇത്തവണത്തെ റാസി അവാർഡിൽ തൂത്തുവാരിയിരിക്കുന്നത്. ഈ സിനിമ ഇത്രയും മോശമാകാൻ കാരണം കോവിഡ് സമയത്ത് സംവിധായകർ പോലും ലൊക്കേഷനിൽ ഇല്ലാതെ ഐസ് ക്യൂബ് തനിയെ ഗ്രീൻ സ്ക്രീനിൽ അഭിനയിച്ചതുകൊണ്ടാണെന്ന് താരം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇത് സിനിമയെ ഒരു സൂം കോൾ പോലെ ആക്കിയെന്ന് റാസി കമ്മിറ്റി പരിഹസിച്ചിരുന്നു. ഡിസ്നിയുടെ ശാപം 2025-ലെ സ്നോ വൈറ്റ് റിമേക്കിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഇതിലെ CGI കഥാപാത്രങ്ങൾ കാണാൻ ഭീകരമാണെന്നും കുട്ടികൾക്ക് പേടി സ്വപ്നമാകുമെന്നും പറഞ്ഞാണ് മോശം സഹനടൻ എന്ന വിചിത്രമായ അവാർഡ് ഈ 7 ആനിമേഷൻ കഥാപാത്രങ്ങൾക്ക് നൽകിയത്. സിനിമയേക്കാൾ കൂടുതൽ ആമസോൺ ഉൽപ്പന്നങ്ങളുടെ പരസ്യമാണ് വാർ ഓഫ് ദി വേൾഡ്സ് എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നതെന്നും വിമർശനമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ടോം ഹാങ്ക്സിന് പോലും 2023-ൽ എൽവിസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് റാസി അവാർഡ് ലഭിച്ചു. അവാർഡ് നേടുന്നത് അപമാനമായി തോന്നാമെങ്കിലും ഹോളിവുഡിലെ പല വമ്പൻ സിനിമകളും അമിത പബ്ലിസിറ്റി കൊടുത്ത് പ്രേക്ഷകരെ പറ്റിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു വഴിയായി റാസിയെ പലരും കാണുന്നുണ്ട്.